നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയും നിരവധി വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെയാണ് തച്ചുടച്ചത്. പരീക്ഷ വീണ്ടും നടത്തണമെന്ന് വിദ്യാർത്ഥികളും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അറസ്റ്റിലായത്. നീറ്റ് പരീക്ഷയുടെ വിശ്വാസ്യത തന്നെയാണ് ഇവിടെ ചോദ്യചിഹ്നമാകുന്നത്. ഇതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാകുന്നു. അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവസരം നഷ്ടമാകുന്ന സാഹചര്യമാണ്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദിവസവും പുറത്തുവരുന്നുണ്ട്. ലക്ഷങ്ങൾ കൊടുത്താണ് വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ സ്വന്തമാക്കിയിട്ടുള്ളത്. സോൾവർ ഗ്യാങ് എന്നറിയപ്പെടുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. പരീക്ഷയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നെന്ന് കണ്ടെത്തിയതായി ബീഹാറിലെ സാമ്പത്തിക കുറ്റാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികൾ ചോദ്യപേപ്പറിനായി 30 ലക്ഷം വരെ മുടക്കിയതായി പ്രതികളുടെ കുറ്റസമ്മത മൊഴിയിലുണ്ട്. 9 പരീക്ഷാർത്ഥികളെ അടുത്ത ദിവസങ്ങളിലായി ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് തെറ്റാണെന്നാണ് പുതിയ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത്. ഇതുവരെ 14 പേരെയാണ് അന്വേഷണ സംഘം ബീഹാറിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബീഹാർ സർക്കാരിലെ ജൂനിയർ എഞ്ചിനീയറായ സിക്കന്ദർ കുമാറും അറസ്റ്റിലായവരിൽ ഉൾപ്പെടും. പട്നയിൽ വിദ്യാഭ്യാസ കൺസൾട്ടൻസി നടത്തുന്ന നിതീഷ്, അമിത് ആനന്ദ് എന്നിവർ മുഖേനയാണ് ഇയാൾ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നത്. സിക്കന്ദർ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങളെ കാണുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയുമായിരുന്നു. മെയ് 4-നാണ് അമിതിനും നിതീഷിനും ചോദ്യപേപ്പർ ലഭിക്കുന്നത്. തുടർന്ന് പട്നയിലെ രാമകൃഷ്ണ നഗറിലുള്ള വീട്ടിലേക്ക് ഇവർ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി. ഇവിടെ വെച്ച് വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ നൽകി. അന്ന് വിദ്യാർത്ഥികളെ ഈ വീട്ടിൽ താമസിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ച പുറത്തറിയുമോ എന്ന ഭയത്താൽ ഇവരെ അടുത്ത ദിവസം അമിതും നിതീഷുമാണ് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിച്ചത്. അമിതിനെയും നിതീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പറിനായി ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും 30 മുതൽ 32 ലക്ഷം വരെ വാങ്ങിയതായി ഇവർ കുറ്റസമ്മതം നടത്തി. ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ ടീച്ചർ റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിതീഷ് നേരത്തെ അറസ്റ്റിലായിരുന്നു. അതിനാൽ തന്നെ ബീഹാറിലെ നളന്ദയിലുള്ള സഞ്ജീവ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാകും ഇതിന്റെയും പിന്നിലെന്നാണ് സംശയിക്കുന്നത്. വിദ്യാഭ്യാസ കൺസൾട്ടൻസികളും കോച്ചിംഗ് സെന്ററുകളും വഴിയാണ് ഇവർ വിദ്യാർത്ഥികളെ ബന്ധപ്പെടുന്നത്. അറസ്റ്റിലായ ആനന്ദ് പട്നയിൽ അനധികൃത വിദ്യാഭ്യാസ കൺസൾട്ടൻസി നടത്തുകയാണ്. നീറ്റ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന സംഘം ഗുജറാത്തിലും പിടിയിലായിട്ടുണ്ട്. ഇവർ വിദ്യാർത്ഥികളിൽ നിന്നായി 12 കോടിയോളം രൂപയാണ് വാങ്ങിയത്. ഉത്തരമറിയാത്ത ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ എഴുതാതെ വിടുകയും അവ പരീക്ഷാ കേന്ദ്രത്തിലെ അധ്യാപകർ പൂരിപ്പിക്കുകയുമാണ് ചെയ്യുക. അതേസമയം പരീക്ഷയിലെ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ 2 ദിവസത്തെ രാജ്യവ്യാപക സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 19, 20 തീയതികളിലാണ് സമരം. വീണ്ടും പരീക്ഷ നടത്തണമെന്നും ക്രമക്കേടുകളിൽ സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നും ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 67 വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചതോടെയാണ് ക്രമക്കേടുകൾ പുറത്തറിയുന്നത്. ഉന്നത മാർക്ക് ലഭിച്ചവരിൽ പലരും ഹരിയാനയിലെ ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയവരാണ്. കൂടാതെ ഗ്രേസ് മാർക്ക് നൽകിയതിലും ക്രമക്കേടുണ്ട്. പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്.